നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീജ പി കുമാർ, ഡെന്റൽ സർജനാണ്. വായിൽ വരുന്ന രോഗങ്ങളെ പറ്റി പഠിക്കുന്ന ഡെന്റൽ ബ്രാഞ്ച് സ്പെഷ്യലിസ്റ്റാണ്. വായിൽ വരുന്ന പല രോഗങ്ങളെ പറ്റിയും അതിൻ്റെ എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാം, അത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കാം, ഇതിനെയൊക്കെ പറ്റി വിശദീകരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊരു ജനറൽ അവയർനെസ് ഉണ്ടാവുക വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ വായിൽ വരുന്ന രോഗങ്ങൾ എങ്ങനെയാണ്, അത് കുഴപ്പം പിടിച്ച രോഗങ്ങളാണോ അതോ ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്തവയാണോ, അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതിനെയൊക്കെ പറ്റി ഒരു വിശദീകരണം ഈ ചാനലിലൂടെ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനലിലേക്ക് വെൽക്കം. ഓറൽ ഹെൽത്ത് ഈസ് ദ മിറർ ഓഫ് ജനറൽ ഹെൽത്ത് എന്നാണ്. അതായത് വായുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ പല രോഗങ്ങളും, ശരീരത്തിൽ വരുന്ന പല രോഗങ്ങളും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആയിരിക്കും. അത് നമ്മുടെ വായിൽ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. ആ രോഗങ്ങൾ വായിൽ കുറച്ച് ലക്ഷണങ്ങൾ ആയിട്ട് ഡിറ്റക്റ്റ് ആവാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളത് വായിൽ വന്നിരിക്കുന്ന ആ ലക്ഷണങ്ങൾ അഥവാ സയൻസ് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗം നമുക്ക് എളുപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയും. അങ്ങനെ ഒരു ജനറൽ ഹെൽത്ത്, നമുക്ക് ഓറൽ ഹെൽത്തിക്കിടെ ഒരു ജനറൽ ഹെൽത്ത് കൂടി നമുക്ക് കിട്ടും. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായിൽ വരുന്ന വൈറ്റ് ലീഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ വെള്ളപ്പാടകൾ. അതിൽ ചിലർ കുഴപ്പക്കാരായിട്ടുള്ള വെള്ള ലീഷൻസ് അല്ലെങ്കിൽ വെള്ളപ്പാടുകളുണ്ട്, ശ്രദ്ധിക്കേണ്ട കേസുകളുണ്ട്. ചിലത് ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, കുഴപ്പമില്ലാത്ത വെള്ളപ്പാടുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഏതാണ് ശ്രദ്ധിക്കേണ്ടവ, ഏതാണ് കുഴപ്പമില്ലാത്തവ, അതിനെപ്പറ്റിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ രണ്ട് കവിളുകളിലും നേരത്തെ വെള്ള കളറില് പാട പോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെ കാണാറുണ്ട്. ചിലരിൽ രണ്ട് കവിളിലും ഉണ്ടാവും, അല്ലെങ്കിൽ ചിലരിൽ ഒരു കവിളിൽ മാത്രമായിട്ട്. കവിളിന്റെ അകംഭാഗത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ കൂട്ടിമുട്ടുന്നതിന്റെ പാരലായിട്ട് സൈഡില് കവിളില് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈൻ, ഇതിനെ ലീനിയ ആൽബ ബക്കാലിസ് എന്ന് പറയുന്നത്. ഇതൊട്ടും തന്നെ പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. അത് നമ്മുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതും നമ്മുടെ കവിളിന്റെ മ്യൂക്കോസ എന്ന് പറയും, ഉള്ളിലത്തെ ഭാഗത്തിന് അകത്തെ ഭാഗം, അതും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു വൈറ്റ് ലൈൻ ആയിട്ട് വരുന്നതാണ് ഈ ലീനിയ ആൽബ ബക്കാലിസ്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. അത് കുഴപ്പമില്ലാതെ നമുക്ക് കുഴപ്പമില്ലാത്ത ഇതാണ്. ഇതേപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ട്രോമാറ്റിക് കെരറ്റോസിസ് അഥവാ ഫ്രിക്ഷണൽ കെരറ്റോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൂടുതലായിട്ടും ഈ അണപ്പല്ലിന്റെ അറ്റം ഷാർപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ കവിളിന്മേ കൂട്ടിക്കടിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ കടി വരുമ്പോൾ ആ കടി വരുന്ന ഭാഗത്ത് വെള്ള കളറിലൊരു ഇതുപോലെ അപ്പിയർ ചെയ്യും, ഒരു പാട പോലെ അപ്പിയർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഈ ട്രോമാറ്റിക് കെരറ്റോസിസ് എന്ന് പറയുന്നത്. ആ ഒരു പല്ലിന്റെ ആ അറ്റം കൂർത്തിരിക്കുന്നത് കൊണ്ടാണ് അത് എപ്പോഴും അവിടെ കടി വരികയും ചെയ്യും. അതുവഴി ഉണ്ടാകുന്ന ഒരു വൈറ്റ് കളർ ഇതാണ് ട്രോമാറ്റിക് കെരറ്റോസിസ്. അതിന് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പല്ലിന്റെ അറ്റഭാഗം രാകുക എന്ന് പറയും, ഗ്രൈൻഡ് ചെയ്താൽ മതി, റൗണ്ട് ചെയ്യുക. ആ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗം, അത് ചിലപ്പോൾ പൊട്ടിയിരിക്കുന്ന പല്ലിന്റെ ഒരു ഭാഗം അടർന്നു പോയിട്ട് ബാക്കി ഭാഗം ഷാർപ്പായിട്ട് നിൽക്കുന്നതാവാം, കേട് വന്നിട്ട് പകുതി പോയിരിക്കുന്ന പല്ലാവാം. അങ്ങനെ എന്തെങ്കിലും കാരണവശാലായിരിക്കും ആ പല്ലിന്റെ അറ്റം ഷാർപ്പായിട്ടിരിക്കുന്നത്. അതുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കടി വരും. കവിളിനോട് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലാതെയൊക്കെ കവിളായിട്ട് കൂട്ടിക്കടിക്കും. ആ ഭാഗം സെയിം സൈറ്റ് പിന്നെ നമ്മൾ കടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവിടെ ആ വൈറ്റ് വെള്ളപ്പാട അപ്പിയർ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിൻ്റെ അറ്റം രാവി കഴിയുമ്പോൾ പതുക്കെ ആ വന്നിരിക്കുന്ന വെള്ളപ്പാട ഇല്ലാതെ ആയിക്കോളും. അത് കറക്റ്റായി കഴിയുമ്പോൾ താനെ അത് മാറിക്കോളും, ഇല്ലാതെ ആയിക്കോളും. നമ്മുടെ കവിള് താനെ പഴയ കളറിലേക്ക് തിരിച്ചു വരും. അത് പക്ഷെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീണ്ടും കടി വരുമ്പോൾ ആ ഭാഗം പിന്നെയും ആ വെള്ളപ്പാട വന്നിരിക്കുന്ന ഭാഗത്ത് പിന്നെയും ട്രോമ വരുന്നത് അത്ര നല്ല കാര്യമല്ല. അത് പിന്നെ ആ സെൽസ് പിന്നെ പതുക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. അത് ട്രീറ്റ്മെന്റ് ഒരു രാവിലെ ഗ്രൈൻഡിങ് ചെയ്യണത് തന്നെ മതി, അത് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ആവും. വേറൊരു വെള്ളപ്പാട പോലെ കാണുന്ന ഒരു കണ്ടീഷനാണ്. അത് കൂടുതലും
പുകവലിക്കുന്നവരിൽ കാണുന്നതാണ് ലൂക്കോപ്ലേക്കിയ എന്ന് പറയും. ലൂക്കോപ്ലേക്കിയ അതൊരു പ്ലാക്ക് എന്ന് പറയും, ഒരു കട്ടിയുള്ള വെള്ള കളർ ലീഷനായിട്ട് കാണുന്നതാണ്. കവിളിൽ കാണാം. ഞാൻ കവിളെന്ന് ഉദ്ദേശിക്കുന്നത് അകത്തെ ഭാഗമാണ്, നമ്മുടെ കവിളിന്റെ അകത്തെ ഭാഗം, വായുടെ ഭാഗം വരുന്ന ഭാഗം. അതേപോലെ നാക്കിന്റെ സൈഡിൽ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ആയിട്ട് കാണുന്ന ഒരു കട്ടിയുള്ള വെള്ളക്കളർ പാടയാണ് ലൂക്കോപ്ലേക്കിയ. ഇത് പുകവലി മൂലം മോസ്റ്റ് ഓഫ് ദ കേസസിലും പുകവലി മൂലം ഉണ്ടാകുന്ന വെള്ള ലീഷനാണ്. ഇത് കുറച്ച് കുഴപ്പക്കാരനാണ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലീഷനാണ്. ഇതിന് ആക്ച്വലി പ്രീ ക്യാൻസറസ് ലീഷൻ എന്ന് പറയും. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുറച്ച് കുഴപ്പക്കാരനാണ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ പുകവലിക്കുന്ന ശീലമുള്ളവരിൽ ആ ഒരു പുകവലിയുടെ ആ ചൂട് കാരണം മ്യൂക്കോസയിൽ ഇറിറ്റേഷൻ ഉണ്ടായിട്ട്, ആ ചൂട് തട്ടി ഇറിറ്റേഷൻ ഉണ്ടായിട്ട് അവിടെ കെരാറ്റിൻ ഡെപ്പോസിഷൻ വരുന്നതാണ്. വെള്ള കളറിൽ കട്ടിയുള്ള പ്ലാക്കായിട്ട് കാണുന്നത്. ആ കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലും നഖത്തിലൊക്കെ കെരാറ്റിൻ പറയും നമ്മൾ. അതേ ഇത് തന്നെയാണ് ഈ വായിൽ അത് വരുമ്പോൾ അത് വെള്ള കളറിലാണ് കാണുന്നത്. ആ കെരാറ്റിനെ വെള്ള കളറിലാണ് വായിൽ കാണുക. വായിൽ നമ്മുടെ കവിളിന്റെ മ്യൂക്കോസയിൽ ആ ഒരു ലൈനിങ് ആയിട്ട് വരുന്നതാണ് മ്യൂക്കോസ പറയുന്നത്. അതിലൊക്കെ വരുമ്പോൾ അത് വെള്ള കളറിലാണ് അപ്പിയർ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ക്രേപ്പ് ചെയ്താലൊന്നും പോവില്ല, നല്ല കട്ടിയോടുകൂടി ഇരിക്കുന്നതായിരിക്കും. അത് എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കറക്റ്റായിട്ട് അത് നോക്കണം എന്താന്നുള്ളത്. അതിപ്പോൾ അവർക്ക് ചില ഇത് നോക്കിയിട്ട് കുറച്ച് സംശയം തോന്നുന്ന രീതിയിലുള്ള ലീഷനായിട്ടുണ്ടെങ്കിൽ അവരത് ബയോപ്സി ചെയ്യും. എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, ക്യാൻസറിന്റെ രീതിയിലേക്ക് കോശങ്ങൾ എന്തെങ്കിലും മാറി തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ബയോപ്സിയിലൂടെ അറിയാൻ പറ്റും. അതല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആ കേസിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്മോക്കിംഗ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാം. അതിൽ തന്നെ കുറേ ഇത് സെൽസ് റിവേഴ്സ് ആവും. ലൂക്കോപ്ലേക്കിയയുടെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്മോക്കിംഗ് സെസേഷൻ ആണ് പറയുന്നത്. പിന്നെ നമ്മൾ ആന്റി ഓക്സിഡൻസ് കൊടുക്കും പേഷ്യൻസിന്. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ക്യാപ്സ്യൂൾസ് ആയിട്ട് അവൈലബിൾ ആണ്. അത് കഴിക്കാനായിട്ട് നല്ലതാണ്, അത് കൊടുക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻ എ ടോപ്പിക്കലായിട്ട് ആപ്ലിക്കേഷൻ, ആ പ്ലാക്ക് ലീഷനിൽ വൈറ്റമിൻ എ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്, അത് കെരാറ്റിനെ റിവേഴ്സ് ചെയ്യും. വൈറ്റമിൻ എ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കേസാണ് ഈ ലൂക്കോപ്ലേക്കിയ, എസ്പെഷ്യലി സ്മോക്കിംഗ് ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടാണ് ലൂക്കോപ്ലേക്കിയ സാധാരണ കാണാറ്. അപ്പോൾ അത് ഒരു പ്രീ ക്യാൻസറസ് ലീഷൻ ആയതുകൊണ്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊരു വൈറ്റ് കളറിൽ കാണുന്നതാണ് ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയും. കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. വായിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, കാൻഡിഡ സ്പീഷീസ് എന്ന് പറയുന്ന ഫംഗസ് വഴി വായിൽ വരുന്ന ഇൻഫെക്ഷനാണ് ഓറൽ കാൻഡിഡിയാസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൂക്കോപ്ലേക്കിയയുടെ കുറച്ച് വ്യത്യാസമുണ്ട് കാൻഡിഡിയാസിസിന്. ഇപ്പം നമ്മളൊരു ഐസ്ക്രീം സ്പൂൺ, ചെറിയ സ്പൂൺ ഉണ്ടല്ലോ, അത് വെച്ചെങ്ങാനും ആ വൈറ്റ് കളറിലുള്ളത് പതുക്കെ ഒന്ന് രാവി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാൻഡിഡിയാസിസ് ആണെങ്കിൽ അത് റിമൂവബിൾ ആണ്. എടുത്ത് അതിൽ ചെറിയ സ്പൂൺ വെച്ച് എന്തെങ്കിലും രാവുകയാണെങ്കിൽ അതിലത് റിമൂവ് ചെയ്ത് പോരും. അങ്ങനത്തെ ലീഷനാണ് കാൻഡിഡിയാസിസ്. ലൂക്കോപ്ലേക്കിയ നേരെ ഓപ്പോസിറ്റ് ആണ്, റിമൂവബിൾ അല്ല, സ്ക്രേപ്പബിൾ അല്ല. കാൻഡിഡിയാസിസിന്റെ ഒരു ഫോം ഉണ്ട് ലൂക്കോപ്ലേക്കിയ പോലെ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസിലും അത് റിമൂവബിൾ ആയിട്ടുള്ള ലീഷനായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. കാൻഡിഡിയാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് കാൻഡിഡിയാസിസ് വന്നേന്നുള്ള അണ്ടർലൈൻ കാരണം മനസ്സിലാക്കണം. എന്നിട്ട് ആ കാരണത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാൻഡിഡിയാസിസിൻ്റെ ലീഷനിൽ നമ്മൾ ടോപ്പിക്കലായിട്ട് ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഓറലി പെരട്ടാവുന്ന ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമുക്ക് മേടിച്ച് അതുമ്പോൾ പെരട്ടി അതിനെ ഹീൽ ചെയ്യിക്കാൻ പറ്റും. പക്ഷെ അണ്ടർലൈൻ കോസ് എന്താണെന്ന് കണ്ടെത്തി അതുകൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ചിലരിൽ ഇമ്മ്യൂണോ സപ്രഷൻ കാരണം വായിൽ കാൻഡിഡിയാസിസ് ഉണ്ടാവും. നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയാണ് ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറയുന്നത്. അതുവഴി കാൻഡിഡിയാസിസ് ഉണ്ടാവാം. ചിലരിൽ കുറേ നാൾ ആൻറ്റിബയോട്ടിക് തെറാപ്പി എടുത്തവരിൽ അതുവഴി ചിലപ്പോൾ കാൻഡിഡിയാസിസ് വരാറുണ്ട്. ഈ പല്ലിൻ്റെ സെറ്റ് വയ്ക്കുന്നവരിൽ
കാനഡിയാസിസ് വരാറുണ്ട്. പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കേസിൽ ഫംഗൽ ഇൻഫെക്ഷൻ ലോക്കലായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റായിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അവിടെ ഉള്ള ലോക്കൽ ഫാക്ടേഴ്സ്, വായിലുള്ള ലോക്കൽ ഫാക്ടേഴ്സ് വഴി വന്നതാണോ അതോ നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റമിക് ഫാക്ടേഴ്സ് വഴിയാണോ കാനഡിയാസിസ് വന്നേ എന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പേടിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. അതും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് ഫുള്ളി ആ ലീഷൻ ഹീലാവും. അപ്പോൾ ഇതാണ് ഈ വൈറ്റ് ലീഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ള കളർ പാടകളായിട്ട് വായിൽ കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അത് കുഴപ്പക്കാരാണോ കുഴപ്പക്കാരല്ലേ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കണം. അടുത്ത എപ്പിസോഡിൽ വേറൊരു വായിലെ വേറൊരു രോഗത്തിനെ പറ്റി വിശദീകരിച്ചുകൊണ്ട് തിരിച്ചു വരും. ഓക്കെ, താങ്ക് യു.